എൻ്റെ പേര് ഷിബു എസ് തൊടിയൂർ എന്നാണ്. എനിക്ക് 34 വയസ്സ് ഉണ്ട്. ഖത്തറിൽ റാസ് ലഫാൻ എന്ന് പറയുന്ന പെട്രോളിയം ഇൻഡസ്ട്രിയിലെ സെക്ഷനിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ നിന്ന് ഡ്രാഫ്റ്റ് മാനായിട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷെ നമുക്ക് അവിടെ ചെന്ന് ഡ്രാഫ്റ്റ് മാൻ്റെ ജോലി ആയിരുന്നില്ല, മറിച്ച് സൈറ്റിലെ മേസൺ വർക്കുകളാണ് ചെയ്യേണ്ടി വന്നത്. ഒരു വർഷത്തോളം നമ്മളവിടെ നിന്ന് പിടിച്ചു നിന്നതിന് ശേഷം തിരികെ പോരുകയായിരുന്നു. ഈ പത്രത്തിൽ കണ്ട അപേക്ഷ അനുസരിച്ച് കൊച്ചിയിലുള്ളൊരു റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയാണ്. നമ്മളവിടെ ചെന്ന് ഇൻ്റർവ്യൂ പാസ്സായി. അങ്ങനെ അവിടെ നിന്ന് കിട്ടിയ വാഗ്ദാനം അനുസരിച്ചാണ് നമ്മളിവിടുന്ന് പോകുന്നത്. അവിടെ ഈ നോർമലായിട്ട് ചെറിയ ഫീസൊക്കെ അടയ്ക്കുകയൊക്കെ ചെയ്തു. അവിടെ ചെന്നതിന് ശേഷം നമുക്കവിടെ ഒരു താമസം തന്നെ ഒരു വിശാലമായ ഒരു 10-25 ഏക്കർ ഉള്ള മരുഭൂമി പോലുള്ള സ്ഥലത്ത് ചെറിയ ടെൻറ്റുകളിൽ ഒരു 8 മുറിയിൽ 6 കട്ടിലാണ്. ഒരു കട്ടിലിന് പുറത്ത് ഒരു കട്ടിലായിട്ട് ഇങ്ങനെ വെച്ച് ഉള്ള താമസ സൗകര്യവും അതും ഇതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മളിവിടെ നാട്ടിൽ നിന്നുള്ള ആൾക്കാരുടെ അന്നത്തെ ഒരു സാഹചര്യം നമ്മുടെ വളരെ പൂറായിട്ടുള്ള സാഹചര്യമായിരുന്നു. നമ്മുടെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും നമ്മൾ കടം മേടിച്ചാണ് നമ്മളവിടെ ചെല്ലുമ്പം നമ്മളെ റിക്രൂട്ട്മെൻറ്റ് ചെയ്ത് കൊണ്ടുപോയ കമ്പനിയിലല്ല നമ്മൾ വർക്ക് ചെയ്യുന്നത്. അവിടെ നമ്മളെ ഈ ഹയറിങ്ങിന് കൊടുക്കുക. ഹയറിങ്ങിന് കൊടുക്കുന്ന നിരവധി തൊഴിലാളികൾ, പിന്നെ ഓരോരുത്തർ ഈ പറഞ്ഞ പല ജോലികൾ, ഇപ്പം ഇലക്ട്രീഷ്യനായിട്ട് വരുന്ന ആൾക്കാർ ഉണ്ട്. അതേപോലെ ഇവരെ ഓരോരുത്തരെയും ഇങ്ങനെ തിരിച്ച് ഈ പറയുന്ന ഭയങ്കരമായ ചൂടാണ് ചുമട്ട് ജോലി അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി തിരിച്ചു വിടുക. അങ്ങനെ ഒരുപാട് ആൾക്കാർ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അന്നത്തെ ഒരു സാഹചര്യം നമ്മൾ ഒരു സാഹചര്യത്തിൽ അങ്ങനെ അവിടെ ചെന്ന് കിട്ടും. നമ്മൾ കോൺട്രാക്റ്റ് ഇവിടുന്ന് പ്രത്യേകിച്ച് കോൺട്രാക്റ്റൊന്നും നമ്മൾ സൈൻ ചെയ്തില്ല. ഇങ്ങനെ നമ്മളൊരു ചെറിയ ഒരു വെള്ള പേപ്പറിനകത്ത് ഒരു ഈ പറഞ്ഞ ഒരു ചെറിയ ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മൾ ഈ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തു, നമ്മൾ ഇന്ന ജോലി ഇത്ര ശമ്പളത്തിന് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേപ്പർ നമുക്ക് എൻ്റെ കോപ്പികളൊന്നും തന്നിട്ടില്ല. നമ്മളവിടെ ചെന്നിട്ട് പിന്നെ നമ്മൾ തിരിച്ച് പെട്ടെന്ന് വരിക എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇവിടുത്തെ ഒരു നാണക്കേടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് കാരണം നമ്മൾ പിടിച്ച് നിൽക്കാൻ പറ്റുമെങ്കിൽ നിൽക്കാമെന്നുള്ള രീതിയിലാണ് ആ ഒരു വർഷം നമ്മളവിടെ നിൽക്കാൻ ഇടയാക്കിയത്. നമ്മളെ രാവിലെ 4 മണിക്ക് വന്ന് വണ്ടിക്കകത്ത് കയറ്റിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ 5 മണിക്ക് വന്ന് കയറ്റിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ വൈകിട്ട് 6 മണിയാകുമ്പോഴത്തേക്ക് നമ്മളെ കൊണ്ടുവന്ന് റൂമിൽ ഇടുക. അത് അവരുടേത്. നമുക്ക് പ്രത്യേകിച്ച് അവിടെ വാഹന സൗകര്യങ്ങളൊന്നുമില്ല. തീർച്ചയായിട്ടും അവിടുത്തെ ഒരു സാഹചര്യം അനുസരിച്ച് ട്രേഡ് യൂണിയനുകൾ വളരെ അനിവാര്യമാണ്. പിന്നെ അവിടുത്തെ അങ്ങനെ പ്രവർത്തിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം യഥാർത്ഥത്തിൽ കിട്ടാറില്ല. അവരുടെ ക്യാമ്പുകളിൽ അതിനുള്ള അനുമതിയൊന്നും ലഭിക്കത്തില്ല. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വിശേഷങ്ങളിൽ തന്നെ കൂടാനൊന്നും നമുക്ക് അനുവാദമില്ല. ഇപ്പോൾ ഒരു ക്യാമ്പിൽ നിന്നും മറ്റുള്ള ക്യാമ്പുമായിട്ടൊന്നും നമുക്ക് കൂടുതൽ ബന്ധപ്പെടാനുള്ള അവസരങ്ങളും ഉണ്ടാകത്തില്ല. ഒരു വർഷം ഞാൻ ഖത്തറിൽ ജോലി ചെയ്തു. അത് നമ്മൾ കണ്ടു. പക്ഷേ ഇത് നമുക്കൊന്നും ഒരു ശല്യമില്ലായിരുന്നു. അത് മറ്റേ കണ്ടപ്പോൾ നമുക്ക് പേടിയായിപ്പോയി. ഇല്ല, കുറേ ബുദ്ധിമുട്ടി നമ്മൾ ചോദിച്ച് തരാഞ്ഞ്. പിന്നെ നമ്മളായിട്ട് ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞ്, അങ്ങനെ എടുക്കാമെങ്കിൽ പാസ്പോർട്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് പാസ്പോർട്ട് തന്ന് പ്ലെയിൻ കൊണ്ടാക്കുകയും ചെയ്തു. മിണ്ടാനും സമ്മതിക്കത്തില്ല, ഒന്നും പറയാനും സമ്മതിക്കത്തില്ല. എല്ലാം നമ്മൾ അവിടെ നിന്ന് സഹിച്ചോണം. എന്നും അന്വയിക്കത്തില്ല. ആഴ്ച 5 ആഴ്ച ആകുമ്പോൾ ഒരു ഒറ്റ ദിവസം അവർ തന്നെ ഇതാക്കി തരത്തുള്ളൂ. നമ്മളായിട്ട് വിളിക്കാനും ഒന്നും പാടില്ല. അവർ വിളിക്കാൻ പറയും. അവർ തന്നെ നമുക്ക് ഫോൺ കുത്തിത്തരും. അവർ കൂടെ നിൽക്കും നമ്മളെ എന്താ പറയുന്നത് കേൾക്കാൻ. അങ്ങനെ എടുക്കുന്നുണ്ട്. പേടി ധൈര്യക്കുറവുണ്ടായിരുന്നു എനിക്ക്. നമ്മളിപ്പോൾ ദൂരെ നാട്ടിൽ ഇവിടുന്ന് നമ്മളിവിടെ നമുക്ക് എന്തെങ്കിലും പറയാൻ അവിടെ പറയാൻ പറ്റത്തില്ലല്ലോ. അവർ എന്തെങ്കിലും ജ്യൂസ് കുറവാണെന്ന് പറഞ്ഞാൽ അവരപ്പോൾ പറയും മിണ്ടരുതെന്ന്. ഭയങ്കര അതൊക്കെ. പക്ഷേ ജോലി ചെയ്തോണം, പൈസ ചോദിക്കരുത്. പോയാലിതല്ലേ, ഒരു യൂണിയൻ ഉണ്ടെങ്കിൽ നമുക്ക് തറച്ച് പോവാം. ഇതൊരു യൂണിയനും ഇല്ല, ഒന്നുമില്ല. പോയാൽ തല്ലി കൊന്നാൽ പോലും ആരും ചോദിക്കാനില്ല. ഇവിടെ തന്നെ ആയാലും ദൂരെ ജോലിക്ക് പോയാലും കൊന്നു കളഞ്ഞാലും ചോദിക്കാൻ യൂണിയനില്ല. വെറുതെ ജോലിക്ക് പോയി കൊന്നു.